ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിപ്പോൾ ഉള്ളത് കേരള സമയത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ഓണാട്ടുകര ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെട്ടികുളങ്ങര കുത്തിയോട്ടം എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ ഒരു ഭക്തിസാന്ദ്രമായ ഒരു പ്രോഗ്രാമാണ്. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടികുളങ്ങര ദേവീനെ സംപ്രീതയാക്കാനുള്ള എന്താ ഒരു 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 ചടങ്ങാണ് ഈ ഒരു കുത്തിയോട്ടം എന്ന് പറയുന്നത്. അതിങ്ങനെ ആൾക്കാർ വന്ന് പരിശീലിപ്പിച്ച് നല്ല ശരിക്കും ആഘോഷപരമായിട്ട് നടത്തുന്ന ഒരു ശരിക്കും ഒരു റിച്വലാണ്. ശരിക്കും നല്ല ഒരുപാട് ആഘോഷമൊക്കെ ആയിട്ട് ഒരു 6-7 ദിവസം കുട്ടികളെ പരിശീലിപ്പിച്ചിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് കേട്ടോ. അത് കുട്ടികൾക്ക് വെച്ചിട്ടുള്ള ചെയ്യുന്നൊരു വഴിപാടും കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത്രേ അതിനെപ്പറ്റി അറിവുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചെറിയ ഒരു അറിവ് അതിനെപ്പറ്റിയേ ഉള്ളൂ. കൂടുതൽ അറിയാവുന്നവർ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കാണാനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുന്നതിന് മുന്നേ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇതുപോലെ കുറേ ടാബ്ലോസ് പോലെ സംഭവങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭയങ്കര ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ വേസ്റ്റ് മെറ്റീരിയലുകൾ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഈ ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും കണ്ടാൽ നമ്മൾ അതിശയിച്ച് പോകും. ഇതൊക്കെ ഒരു വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് യൂസ് ചെയ്തിട്ടാണോ ചെയ്തതെന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് അറേഞ്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ പ്രോഗ്രാം തുടങ്ങുന്നേ ഉണ്ടായുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ചെണ്ടമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു ഭക്തിസാന്ദ്രമായ ഒരു അറ്റ്മോസ്ഫിയറിൽ ആണ് ഇത് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അവിടെ ഒരു ടെമ്പിളിൻ്റെ ഒരു ഇതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രാർത്ഥനയും കാര്യങ്ങളും പൂജയും ഒക്കെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പൂജയും ദേവി പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഇവിടെ ഇതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതേ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. ചെണ്ടമേളം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, കുത്തിയോട്ടം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളെടുത്ത വീഡിയോസും കാര്യങ്ങളും സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കാണാം കേട്ടോ. അവിടെ വെച്ച് പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടായിരുന്നു. അപ്പോൾ ദീപ്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദീപ്തിയുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രോഗ്രാം തുടങ്ങാൻ പോവായിരുന്നു. അപ്പോൾ അവർ ആദ്യം താഴത്തെ ചെണ്ടമേളം കഴിഞ്ഞപ്പോൾ താഴെ വന്ന് നിന്നിട്ട് അവർ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. നല്ല അടിപൊളിയ ഒരു പ്രോഗ്രാമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കണ്ടതെന്നുണ്ടെങ്കിലും കൂടിയിട്ട് വളരെ ഭക്തിസാന്ദ്രമായ ഒരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക.
അപ്പോൾ വീഡിയോ ഇത്ര എടുത്തുള്ളൂ കേട്ടോ. നമ്മൾ പോന്നായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.